തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് നടപ്പാക്കി വിജയിപ്പിച്ച ഒരു രീതിയുണ്ട്. 2019 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ അത് മറ്റൊന്നുമല്ല, 3 തവണ മത്സരിച്ചവർ ഇനി മത്സരിക്കേണ്ടതില്ല എന്നും. സാധാരണ മുസ്ലിം ലീഗിൻ്റെ ഒരു ചരിത്രമുണ്ട്. ഒരാൾ ഒരു സീറ്റ് ജയിച്ചാൽ മരിക്കുന്നത് വരെ അവിടെ മത്സരിച്ചുകൊണ്ടേയിരിക്കും. അതാണ് രീതി. ഒരാൾ MLA ആയാൽ മരിക്കുന്നത് വരെ അദ്ദേഹം MLA ആയിരിക്കും. മാറുന്ന പ്രശ്നമേയില്ല. അതല്ലെങ്കിൽ തോൽക്കണം. ഇതാണ് മുസ്ലിം ലീഗിൻ്റെ ഒരു രീതി. അതുതന്നെയാണ് കോൺഗ്രസിൻ്റെയും രീതി എന്നത് മറ്റൊരു കാര്യം. എന്നാൽ മുസ്ലിം ലീഗ് അതിൽ ചില മാറ്റങ്ങൾ വരുത്താൻ തീരുമാനിച്ചതിൻ്റെ തുടക്കമായിരുന്നു 2019 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ്. 3 തവണ തുടർച്ചയായി മത്സരിച്ചവർ ഇനി മത്സരിക്കേണ്ടതില്ല എന്ന് തീരുമാനമെടുക്കുകയും അത് നടപ്പാക്കുകയും അത് വൻ വിജയമാവുകയും ചെയ്തിരുന്നു. എന്ന് വെച്ചാൽ പുതുതലമുറയിൽപ്പെട്ട വലിയൊരു നേതാക്കൾ, പ്രവർത്തകർ പാർട്ടിയിലേക്ക് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരായി വരുന്ന കാഴ്ച നാം കണ്ടു. അത് വലിയ തോതിൽ മുസ്ലിം ലീഗിനെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. മുസ്ലിം ലീഗിൻ്റെ അടിത്തട്ടിൽ വലിയ ചലനമുണ്ടാക്കുകയും ചെയ്തിരുന്നു. അതേ രീതി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടപ്പാക്കണം എന്നാണ് മുസ്ലിം ലീഗ് നേതൃത്വം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ 3 തവണ തുടർച്ചയായി മത്സരിച്ചവർ ഇനി മത്സരിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതൃത്വവും എത്തുകയാണ്. നിരവധി നേതാക്കളുണ്ട് മുസ്ലിം ലീഗിൽ. അവരൊക്കെ ഇങ്ങനെ കൂമ്പടിഞ്ഞു പോവുകയാണ്. അവർക്കൊക്കെ ഒന്ന് മത്സരിക്കാൻ ആഗ്രഹമുണ്ട്. ഒരു തവണയെങ്കിലും MLA ആകാൻ ആഗ്രഹമുണ്ട്. പക്ഷേ രക്ഷയില്ല. ഒരാൾ മത്സരിച്ച് ജയിച്ചാൽ, മുസ്ലിം ലീഗിന്റെ സീറ്റുകളൊക്കെ അങ്ങനെയാണ്, ഉറപ്പുള്ള സീറ്റുകളാണ് മിക്കവാറും. ആ ഉറപ്പുള്ള സീറ്റുകളിൽ ഒരു തവണ മത്സരിച്ച് വിജയിച്ചാൽ പിന്നെ അദ്ദേഹം മാറുന്ന പ്രശ്നമില്ല. അതുകൊണ്ട് തന്നെ പുതുതലമുറ നേതാക്കൾ ലീഗിലേക്ക് കടന്നു വരുന്നില്ല. കഴിവുള്ള ചെറുപ്പക്കാർ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലേക്ക്, നിയമസഭയിലേക്ക് വരുന്നില്ല. അതിൽ മാറ്റമുണ്ടാകണം. അങ്ങനെ മാറ്റമുണ്ടാകണമെങ്കിൽ 3 തവണ മത്സരിച്ചവർ, തുടർച്ചയായി മത്സരിച്ചവർ മത്സരിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തണം എന്നാണ് മുസ്ലിം ലീഗ് നേതൃത്വം തീരുമാനിച്ചത്. ഇത് വളരെ മുമ്പ് തന്നെ CPIM നടപ്പാക്കിയതാണ്. CPIM ഉം CPI ഉം നടപ്പാക്കിയതാണ്. 2 തവണയിൽ കൂടുതൽ ആരും മത്സരിക്കേണ്ടതില്ല എന്നാണ്. തുടർച്ചയായി 2 തവണ മത്സരിച്ചാൽ അവർ മത്സരത്തിൽ നിന്ന് മാറി നിൽക്കണം എന്ന് തീരുമാനിക്കുകയും അത് നടപ്പാക്കുകയും ചെയ്ത പാർട്ടിയാണ് CPIM ഉം CPI ഉം. അതേ രീതി 2 അല്ല 3 തവണ എന്നതാക്കി മാറ്റുകയാണ് ലീഗ് ചെയ്യുന്നത്. അങ്ങനെയാകുമ്പോൾ ആരൊക്കെ മാറി നിൽക്കേണ്ടി വരും? മാറി നിൽക്കേണ്ടി വരുന്നവരിൽ ഒന്ന് PK കുഞ്ഞാലിക്കുട്ടിയാണ്. 3 തവണ തുടർച്ചയായി മത്സരിച്ച് ജയിച്ച നേതാക്കളിൽ ഒരാളാണ് PK കുഞ്ഞാലിക്കുട്ടി. മറ്റൊന്ന് MK മുനീറാണ്, കൊടുവള്ളി MLA. മറ്റൊന്ന് PK ബഷീറാണ്, ഏറനാട് MLA. മറ്റൊരാൾ മഞ്ഞളാംകുഴി അലി, മങ്കട MLA. P ഉബൈദുല്ല, മലപ്പുറം MLA. NA നെല്ലിക്കുന്ന്, കാസർഗോഡ് MLA. അഡ്വക്കേറ്റ് M ഷംസുദ്ദീൻ, മണ്ണാർക്കാട് MLA. ഇങ്ങനെ 7 പേരാണ് തുടർച്ചയായി 3 തവണ മത്സരിച്ച് ജയിച്ച് നിൽക്കുന്നവർ. ഇതിൽ ചിലർക്ക് ഇളവ് നൽകേണ്ടി വരും, യാതൊരു സംശയവുമില്ല. PK കുഞ്ഞാലിക്കുട്ടിക്ക് ഇളവ് നൽകും. അത് തുറന്ന് പറഞ്ഞു കഴിഞ്ഞു പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. അദ്ദേഹം പറഞ്ഞു, മുസ്ലിം ലീഗിനെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നയിക്കുക PK കുഞ്ഞാലിക്കുട്ടി തന്നെയായിരിക്കും എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് PK കുഞ്ഞാലിക്കുട്ടിയുടെ കാര്യത്തിൽ സംശയമേ ഇല്ല, അദ്ദേഹത്തിന് ഇളവ് ലഭിക്കും. പിന്നെയുള്ളത്, ഇളവ് ലഭിക്കാൻ സാധ്യതയുള്ളത് MK മുനീറിനാണ്. MK മുനീർ ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. എന്നിരുന്നാലും മത്സരിക്കുന്നതിന് അത് തടസ്സമല്ല എന്നാണ് MK മുനീർ പറയുന്നത്. അതുകൊണ്ട് തന്നെ MK മുനീറിനും ഇളവ് നൽകാൻ സാധ്യതയുണ്ട്. MK മുനീറും ഒരു തവണ കൂടി മത്സരിക്കാനാണ് സാധ്യത. അടുത്ത തവണ UDF അധികാരത്തിൽ വന്നാൽ മന്ത്രിയാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് MK മുനീറിന്. അതുകൊണ്ട് തന്നെ MK മുനീറിനെയും മത്സരിപ്പിക്കാൻ സാധ്യതയുണ്ട്. MK മുനീറിനെ മാറ്റി നിർത്തിയാൽ അത് മുസ്ലിം ലീഗിനകത്ത് തന്നെ വലിയ പ്രശ്നങ്ങൾക്ക് ഇടയാക്കും എന്നതുകൊണ്ട് അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്താൻ സാധ്യതയില്ല മുസ്ലിം ലീഗ്. പിന്നെ ഇളവ് ലഭിക്കാൻ സാധ്യതയുള്ള ഒരു MLA അഡ്വക്കേറ്റ് N ഷംസുദ്ദീനാണ്, മണ്ണാർക്കാട് MLA അഡ്വക്കേറ്റ് N ഷംസുദ്ദീൻ. അദ്ദേഹത്തിന് ഇളവ് നൽകുന്നത് നിയമസഭയിൽ അദ്ദേഹത്തിന്റെ പെർഫോമൻസ്, അദ്ദേഹത്തിന്റെ പ്രവർത്തനം വളരെ നല്ല രീതിയിലാണ്. നന്നായി പ്രസംഗിക്കും, കാര്യങ്ങൾ കൃത്യമായി അവതരിപ്പിക്കും. അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിന്റെ നിലപാട് വളരെ കൃത്യമായി അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് അറിയാം. ഇതെല്ലാം കൊണ്ട് N ഷംസുദ്ദീൻ ഉണ്ടാകണം നിയമസഭയിൽ എന്ന പൊതു തീരുമാനത്തിലേക്ക് മുസ്ലിം ലീഗ് നേതൃത്വം എത്തിയിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന സൂചനകൾ. അങ്ങനെയാണെങ്കിൽ അഡ്വക്കേറ്റ് N ഷംസുദ്ദീനും ഒരു തവണ കൂടി മണ്ണാർക്കാട് മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്നതാണ് പുതിയ വാർത്ത. എന്ന് വെച്ചാൽ 3 പേർ ഒഴികെ ശേഷിക്കുന്ന 4 പേർ ഔട്ടാകും എന്നർത്ഥം. ഔട്ടാവുന്നത്, പുറത്തേക്ക് പോകുന്നത് ആരൊക്കെയാണ്? PK ബഷീർ ഏറനാട്, മഞ്ഞളാംകുഴി അലി മങ്കട, P ഉബൈദുള്ള മലപ്പുറം, NA നെല്ലിക്കുന്ന് കാസർഗോഡ് എന്നീ 4 പേരായിരിക്കും മത്സരിക്കാതിരിക്കുക. 4 മണ്ഡലങ്ങളിൽ
പുതുമുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അത് മുസ്ലിം ലീഗിന്റെ മുഖം തന്നെ മാറ്റും എന്ന കാര്യത്തിലും സംശയമേയില്ല. ഈ 4 മണ്ഡലങ്ങളിലും മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾ ജയിച്ചു വരാൻ വളരെ വളരെ സാധ്യതയുള്ള മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന് ഒരു പുതിയ മുഖം അല്ലെങ്കിൽ ചെറുപ്പക്കാരുടെ ഒരു പുതിയ നിര നിയമസഭയിൽ അവതരിപ്പിക്കാൻ കഴിയും എന്നത് ചെറിയ കാര്യമല്ല. ഇത് നടപ്പാവുകയാണെങ്കിൽ നടപ്പാക്കാതിരിക്കാനുള്ള ഇടപെടലുകൾ ഇപ്പോഴേ ആരംഭിച്ചിട്ടുണ്ട്. അതിൽ മുൻപന്തിൽ നിൽക്കുന്നത് പി കെ ബഷീറാണ്. പി കെ ബഷീർ ഇപ്പോൾ തന്നെ അതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ശ്രമങ്ങൾ നടത്തുന്നത് കോൺഗ്രസ് വഴിയാണ്. പ്രിയങ്ക ഗാന്ധിയുടെ ലോക്സഭാ മണ്ഡലത്തിൽ പെട്ടതാണ് ഏറനാട് മണ്ഡലം. അതുകൊണ്ട് പ്രിയങ്ക ഗാന്ധിയുമായി അല്പം അടുപ്പമുണ്ട് പി കെ ബഷീറിനെയും. അതോടൊപ്പം തന്നെ കെ സി വേണുഗോപാലുമായും അടുത്ത ബന്ധമുണ്ട്. കെ സി വേണുഗോപാൽ വഴി പ്രിയങ്ക ഗാന്ധി വഴി സംസ്ഥാനത്തെ മുസ്ലിം ലീഗ് നേതൃത്വത്തിൽ സമ്മർദ്ദം ചെലുത്താനാണ് ഇപ്പോൾ പി കെ ബഷീർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന വാർത്തകളും ഇതിനകം തന്നെ പുറത്തു വന്ന് കഴിഞ്ഞു. അതിൽ എത്രത്തോളം വിജയിക്കും എന്നറിയില്ല. കഴിഞ്ഞ ദിവസം പി കെ ബഷീർ ദില്ലിയിൽ പോയി പ്രിയങ്ക ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയതും ഇതേ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് എന്ന വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ പി കെ ബഷീർ നല്ല ശ്രമം നടത്തുന്നുണ്ട് എന്നർത്ഥം. ഒരു തവണ കൂടി മത്സരിക്കാൻ അവസരം നൽകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അദ്ദേഹം സമ്മർദ്ദം ചെലുത്തുന്നത് കോൺഗ്രസ് വഴിയാണ്. കോൺഗ്രസിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങുമോ മുസ്ലിം ലീഗ്? അത് ചിലപ്പോൾ പി കെ ബഷീറിന് ദ്രോഹമായി മാറുമോ എന്നതും മറ്റൊരു വിഷയമാണ്. ഏതായാലും അവസാന കൈയാണ് പി കെ ബഷീർ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വിജയിച്ചാൽ വിജയിച്ചു, ഇല്ലെങ്കിൽ നടക്കില്ല, പുറത്തേക്ക് തന്നെ എന്നർത്ഥം. എന്നിരുന്നാലും ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാം, മുസ്ലിം ലീഗ് പോലെയുള്ള രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രമേ CPIM CPI കഴിച്ചാൽ അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. ഒരു സെമി കേഡർ സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്നതുകൊണ്ട് മുകളിൽ നിന്ന് ഒരു തീരുമാനമെടുത്താൽ താഴെ തട്ടിൽ വരെ അത് അനുസരിക്കേണ്ടി വരും. അത്തരമൊരു പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്നതുകൊണ്ട് തന്നെ അത്തരമൊരു തീരുമാനം എടുക്കാൻ മുസ്ലിം ലീഗിന് കഴിയും. പക്ഷെ ചില അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എങ്കിലും അത്തരമൊരു തീരുമാനത്തിലേക്ക് മുസ്ലിം ലീഗ് എത്തിയാൽ മുസ്ലിം ലീഗിന്റെ മുഖച്ഛായ തന്നെ മാറും. ഒരു പുതിയ തലമുറ നിയമസഭയിൽ എത്തും. അത് മുസ്ലിം ലീഗിന്റെ ശബ്ദം നിയമസഭയിൽ മാത്രമല്ല നിയമസഭയ്ക്ക് പുറത്തും കരുത്തുറ്റതാക്കാൻ കഴിയും എന്ന കാര്യം സംശയമേ ഇല്ല. അതുകൊണ്ട് അത്തരമൊരു തീരുമാനത്തിൽ എത്താൻ മുസ്ലിം ലീഗിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.